ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോടനാട് അഭയാരണ്യത്തിലാണ്. ഇവിടെ പാർക്കിംഗ് ഏരിയയിലാണ്. അപ്പം നമ്മൾ നേരെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് കാടാണ്. ഓക്കെ, ഇതങ്ങോട്ട് ടോയ്ലറ്റ് സൗകര്യം, നമുക്ക് പോകേണ്ട വഴി അതാണ്. കാർ പാർക്കിങ് ഇവിടെയും ബൈക്കിൻ്റെ പാർക്കിംഗ് ഇവിടെയാണ്. അപ്പോൾ നേരെ അകത്ത് കണ്ട് നമുക്ക് വിശേഷങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ അകത്തോട്ട് പോകുന്നിടത്ത് ഇവിടെ ബോർഡുണ്ട്, അഭയാരണ്യം എക്കോ ടൂറിസം പ്രോജക്റ്റ് ഏരിയ. പിന്നെ ഇവിടെ പാർക്കിങ്ങിൻ്റെ 2 വീലറിന് 2, കാറിന് ജീപ്പിനൊക്കെ 50, ചെറിയ ബസ് 70, ബസ്സിന് 120. നമ്മൾ പോകേണ്ട വഴി ഇതാണ്. നമ്മളിത് വന്ന ഇവിടെ ഒരു എക്കോ ഷോപ്പുണ്ട്. അതായത് അവിടെ തേന് അല്ലെങ്കിൽ അത് കാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്നൊരു എക്കോ ഷോപ്പുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിലായിട്ടൊരു മാപ്പുണ്ട്. ഇത് നമുക്ക് പോകേണ്ടത് ഈ വഴിയാണ്. ഇവിടെ ഫോറസ്റ്റ് അതിൻ്റെ ഓഫീസേഴ്സിൻ്റെ ഒക്കെ ഒരു ഇതാണ്. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല. ഇവിടെ ഒരു കഫറ്റീരിയയുടെ ബോർഡൊക്കെ ഉണ്ട്. ഈ വഴിയാണ് നമുക്ക് കയറി പോകേണ്ടത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് 2 പേർക്ക് 50 രൂപ വെച്ച് 100 രൂപയായി. കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ബട്ടർഫ്ലൈ ഗാർഡൻ ശലഭോദ്യാനം. ഇവിടെ ബോർഡുണ്ട്. എലിഫൻറ്റ് ക്യാമ്പിലേക്ക് 500 മീറ്റർ, പിന്നെ ഡിയർ പാർക്ക് 250. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികളുണ്ട്. പക്ഷെ നമുക്ക് പോകേണ്ട വഴി ഈ ഒരു ബട്ടർഫ്ലൈ ഗാർഡനിലൂടെയാണ്. അപ്പോൾ പോകുമ്പം തന്നെ ഇവിടെ കാണപ്പെടുന്ന സസ്യങ്ങൾ എന്നൊരു ബോർഡ് കാണാം. ഇതിൽ 70ഓളം സസ്യങ്ങളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇപ്പുറത്ത് ഫ്രൂട്ട് ട്രീ ഗാർഡൻ, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഉള്ള ഫ്രൂട്ട്സിൻ്റെയൊക്കെ ലിസ്റ്റ്. അപ്പോൾ ഈ ഒരു നടപടി കൂടെയാണ് നമുക്ക് നടന്നങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഇതിലാണ് ബട്ടർഫ്ലൈ ഗാർഡൻ. ഇതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ. ഇപ്പോൾ ഇവിടെ ഉള്ള ബട്ടർഫ്ലൈസിൻ്റെയൊക്കെ കുറച്ച് പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൊത്തം ചെടികളാണ്. ഇത് കണ്ടില്ലേ? നമ്മൾ ആ നടപടി കൂടി കുറച്ച് നടന്നു വരുമ്പോഴത്തേക്കും വേറൊരു ബോർഡ് കാണാം, ഔഷധ സസ്യങ്ങളുടെ. പിന്നെ ഒരു ബോർഡ് എലിഫൻറ്റ് ക്യാമ്പ് റൈഡിലോട്ട്, ഡിയർ പാർക്കെല്ലാം റൈഡിലോട്ടുള്ള. അപ്പോൾ നേരെ വഴിയുണ്ട്. പക്ഷെ നമുക്ക് പോകേണ്ടത് ഇതാണ്, കപ്രിക്കാട് മിനി സൂ. അപ്പോൾ ഇതാണ് ആ മിനി സൂവിലേക്കുള്ള എൻട്രൻസ്. പക്ഷെ ഇവിടുത്തെ ആനപ്പിണ്ടം കിടക്കുന്നു. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ആനക്കൊട്ടിലാണ് ആനകൾ. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് ചോദിച്ച് നോക്കാം. നോക്കിയേ, നല്ല അടിപൊളി കാടാണ്. വിജന, ഒറ്റ മനുഷ്യരില്ല. നല്ല രസമുണ്ട്, നല്ല തണലും ഒക്കെ ആയിട്ട്. ചീവീടിൻ്റെ സൗണ്ടില്ലാതെ വേറെ ഒന്നും നമുക്ക് കേൾക്കുന്നില്ല. ഈ കപ്രിക്കാട് ആനസങ്കേതം അല്ലെങ്കിൽ അഭയാരണ്യം എല്ലാവർക്കും അറിയാമെന്നറിയില്ല, അറിയാത്തവരുണ്ടാവും. നമ്മുടെ കോടനാട് ആനക്കൊട്ടില്ലേ, അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് 2011 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ അവിടെയുള്ള ആനകളും പിന്നെ മാനൊക്കെ ഉണ്ട്, അതെല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്. അവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. അവിടെ വെച്ചാൽ അറിയാമല്ലോ, ഈ ആനകളെ വാരിക്കുഴി വീണ ആനകളും അല്ലെങ്കിൽ പണ്ട് പിടിക്കുന്ന ആനകളെയൊക്കെ നാട്ടാനയാക്കുന്ന ഇതായിരുന്നു. അപ്പോൾ അവിടെ അതില്ല. അപ്പം അത് ഇവിടെ ആയിട്ടാണ്. ഈ അപകടത്തിൽപ്പെടുന്ന ആനകളെയൊക്കെ രക്ഷിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്നാണ് അതിനെ സംരക്ഷിച്ച് നാട്ടാനയാക്കുന്നത്. എന്ത് ഭംഗിയല്ലേ ഈ മുള ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇങ്ങനെ റാ പോലെ എന്തൊരു നല്ല തണൽ. അതിൻ്റെ അവിടെ ഇരിക്കാനൊരു സൗകര്യം. ആ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കിത് ഇവിടെ മാനെ കാണാം, പുള്ളിമാൻ. ഇവിടെ കുറേ മാനുകൾ നിൽപ്പുണ്ട്. ഇതൊരു മിനി സൂ ആണ്. നമ്മൾ വേറെ വലിയ ആനിമൽസിനൊന്നും പ്രതീക്ഷിക്കില്ല, തിരുവനന്തപുരത്തേക്കുള്ള മൃഗശാല പോലെ. ഇവിടെ മാനുകളും പിന്നെ ആനയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻസ് വെച്ച് അതിലാണ് വരാറുള്ളത്. അപ്പോൾ മാനിൻ്റെയൊക്കെ ഒരു ഭംഗി ആസ്വദിച്ച ശേഷം നമ്മളത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ നോക്കി, ഇവിടെ മ്ലാവുണ്ട്.
സാമ്പാർ ഡിയർ. ഇതെല്ലാം ആ ഒരു അറ്റത്തായിട്ടാണ് കിടക്കുന്നത്. ഒരു 7-8 ഉണ്ട്. വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എല്ലാം ആ ഒരു എൻഡിലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു ചെളിയുടെയൊക്കെ അതിൻ്റെ ഒരു കളറും ആ മ്ലാവിൻ്റെ കളറൊക്കെ അത് കാരണം കറക്റ്റായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ആ ഒരു എൻഡിലായിട്ട് ഒരു 5-6 കിടപ്പുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. മീൻസ് എന്ന് വെച്ചാൽ നല്ല തണലൊക്കെ ആയിട്ടെ ഈ ഒരു മുളയുടെ ചുവട്ടിലേക്ക് ഇരിക്കാൻ നല്ല സൗകര്യം. ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ നല്ല നമുക്ക് അടിപൊളിയായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യാം. കൂടാതെ ഇത് കണ്ട ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ കറക്റ്റ് ഒരു ഉച്ച സമയമാണ്. ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് വെയിലൊക്കെ ഉണ്ടെങ്കിലും ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ ആയിട്ട് നല്ല തണലൊക്കെ ആയിരിക്കും. ഇത് കണ്ട കറക്റ്റ് ഒരു കുട പോലെ. ഇതിനൊക്കെ അടിയിലേ നമുക്ക് ഇരിക്കാൻ എന്ത് സൗകര്യം, നല്ല തണലും തണുപ്പും ഒക്കെ ആയിട്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെയുണ്ട് പുള്ളിമാൻ്റെ ഒരു സെക്ഷൻ. ഇവിടെയും കുറേ നിൽപ്പുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ പുള്ളിമാൻ്റെ സെക്ഷൻ ഓപ്പോസിറ്റ് മ്ലാവുള്ള പോലെ ഇവിടെയും ഈ പുള്ളിമാൻ്റെ ഓപ്പോസിറ്റ് എടുത്തേ ഇവിടെയും ഉണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ അങ്ങേ എൻഡിലായിട്ടാണ്. ഇവിടെയുണ്ട് ആ ഷെഡിൻ്റെ അവിടെ കുറേ നിൽപ്പുണ്ട്. ഇവിടെ മറ്റേ അപ്പുറത്തിനെ കണ്ടെങ്കിലും കുറച്ച് കൂടുതലുണ്ട്. പക്ഷെ എല്ലാം ആ എൻഡിലായത് നമുക്ക് അടുത്തൊന്നും കാണാനില്ല. അപ്പം നമ്മൾ ഡിയറിൻ്റെ മാനിൻ്റെയൊക്കെ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ അടുത്ത് ഇനി പോകുന്നത് ആനകളെ കാണാൻ വേണ്ടിയാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആണല്ലോ ആന. അപ്പം എലിഫൻറ്റ് ക്യാമ്പിലോട്ട് പോകുന്ന വഴിയാണിത്. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുറേ നേരം സ്പെൻഡ് ചെയ്യണം. ഈ തണലൊക്കെ ഏതായാലും നമുക്ക് ക്ഷീണിക്കത്തില്ല. കുട്ടികളൊക്കെ വരുവാണെങ്കിലേ ഇവിടെ നമുക്ക് കുറേ നേരമൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാം. നമ്മളിതേ കുറച്ചൊരു 50 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അതെ ഇവിടെ എലിഫൻറ്റ് ക്യാമ്പിൻ്റെ ബോർഡ് കാണാം. ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് നോ എൻട്രി ആണ്. പക്ഷെ അങ്ങോട്ട് വഴിയുണ്ട് വണ്ടിയൊക്കെ പോകുന്ന രീതിയിലുള്ള. അപ്പോൾ അത് കാടായിരിക്കണം. അപ്പോൾ അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല. അപ്പോൾ ഈ വഴി നമുക്ക് എലിഫൻറ്റ് ക്യാമ്പിലോട്ട് പോകാം. ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും അവിടെ എലിഫൻറ്റിൻ്റെ ബോർഡൊക്കെ. നമ്മൾ അവിടെ ദൂരെ ബോർഡ് കണ്ടെന്ന് പറയില്ലേ, ആ കണ്ട ബോർഡാണിത്. എലിഫൻറ്റ് ഷെൽറ്റേഴ്സ്, എലിഫൻറ്റ് റേഞ്ചസ്. അപ്പോൾ അത് ഇവിടെ നിലവിൽ ഇവിടെ ഉള്ള ആനകളുടെ ലിസ്റ്റുണ്ട്. 6 പേരുടെ പേരും വയസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എവിടെയെന്ന് എപ്പോൾ കിട്ടിയെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് എലിഫൻറ്റ് ക്യാപ്ചർ പിറ്റ് മെത്തേഡ്, വാരിക്കുഴിയിൽ പിടിക്കുന്ന അതിനെക്കുറിച്ചും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് എക്സിറ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആനകളെല്ലാം കാണാം. അപ്പോൾ അത് ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. അങ്ങോട്ട് പോവാം. ഇത് സുനിത 52 വയസ്സ്. പാർവതി 18 വയസ്സ്. ഇത് കുഞ്ഞാനെ. ഇത് അഞ്ജന 19 വയസ്സ്. ഇതെല്ലാം പിടിയാനകളുടെ സെക്ഷനാണ്. ഇത് ആശ 20 വയസ്സ്. ആൾ ഭയങ്കര സന്തോഷത്തിലാണ് ഡാൻസ് കളിക്കുന്നത്. നല്ല രസമുണ്ടല്ലോ ആണ്. അപ്പോൾ നമ്മളിത് പിടിയാനകളുടെ സെക്ഷൻ കഴിഞ്ഞ് 4 പേരാണ് ഇവിടെ ഉള്ളത്. ഇനി അടുത്ത് നമുക്ക് കൊമ്പന്മാർ, 2 കൊമ്പന്മാരുണ്ട്. ഒരു കൊമ്പൻ തേ നിൽപ്പുണ്ട്. അഭിമന്യു 50 വയസ്സ്. സ്റ്റാച്ചു പറഞ്ഞ് നിൽക്കുന്നില്ല, അനങ്ങാതെ നിൽക്കുന്നു. അഭിമന്യു 50 വയസ്സ്. അടുത്ത ആൾ ഹരിപ്രസാദ് 50 വയസ്സ്. അവനപ്പുറത്തേക്ക് നമുക്ക് അപ്പുറം നോക്കാം. ഇതാണ് ഹരിപ്രസാദിൻ്റെ വേറെ വ്യൂ. അങ്ങനെ ഈ 2 കൊമ്പന്മാരേ ഉള്ളൂ ഇവിടെ, 4 പിടിയാനേ.
അടുത്ത നമ്മൾ കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ പീലാണ്ടി ചന്ദ്രു. സന്ദർശകർക്കുള്ള നിർദ്ദേശങ്ങൾ. അപ്പോൾ ഈ വഴി നമുക്ക് ഏകദേശം കുറച്ച് പോകണം ദൂരെ പീലാണ്ടി ചന്ദ്രുവിനെ കാണാൻ വേണ്ടി. ആളിതുവരെ മെരുങ്ങാത്തൊരു ആനയായത് കാരണം കുറേ ദൂരെയായിട്ടാണ് മാറ്റി കെട്ടിയേക്കുന്നത്. കറക്റ്റ് നല്ലൊരു കാട്ടിൽ കൂടി പോകുന്നൊരു കാട് തന്നെ അല്ലേ. നമ്മൾക്ക് ഇവിടം വരെ വരാനുള്ള ഇതേ ഉള്ളു. ഇവിടെ നോ എൻട്രിയാണ്, അങ്ങോട്ട് കാട്. ഇതേ പീലാണ്ടി ചന്ദ്രു മണ്ണാർക്കാട് ഡിവിഷനിലെ വനപ്രദേശങ്ങളിൽ സൂര്യവിഹാരം നടത്തി വന്നിരുന്ന എന്നെ 35 വനവകുപ്പ് പിടികൂടി താൽക്കാലിക കൂട്ടിലടക്കിയായിരുന്നു ചന്ദ്രു എന്ന് വിളിപ്പേര് എനിക്ക് ഇഷ്ടമാണ്. കരിമ്പും പുല്ലും പ്ലാവിലെയും അവലും ഈന്തപ്പഴവും തണ്ണിമത്തനും എൻ്റെ ഇഷ്ടമാണ്. ഞാനും ക്യാമ്പിൽ കൂട്ടുകാരെ പോലെയാകാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട അതിൻ്റെ അകത്തല്ല ആനെ പിടിച്ചുകൊണ്ടുവന്ന് ഇടുന്നത്. പക്ഷെ അത് പൊളിഞ്ഞ് കിടക്കുവാണെന്ന് അറിയില്ല. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കഥാപാത്രത്തെ കാണാം. ഈ പീലാണ്ടി ചന്ദ്രനെ പറ്റി കേട്ടുള്ള ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് അട്ടപ്പാടിയിൽ നിന്നും പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു. കുങ്കിയാനകളുടെ സഹായത്തിൽ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ളതെന്ന് കേട്ടിട്ടുള്ളത്. ഏകദേശം 9 പേരെയോളം കൊന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവനവിടെ പിടിച്ചുകൊണ്ട് വന്നത്. പക്ഷെ അവിടുത്തെ ആദിവാസികൾക്ക് അവൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെയൊക്കെ പല വീഡിയോസിലും കണ്ടും കേട്ടുള്ള അറിവാണ്. അവർ ദൈവത്തെ പോലെ, അത് ഗണപതി ഭഗവാന്റെ പ്രതിരൂപമായിട്ട് അങ്ങനെ എന്തൊക്കെ കാണുന്നതെന്നാണ് കേട്ടത്. പിന്നെ ഇവന് പീലാണ്ടി ചന്ദ്രു എന്ന് പേര് വരാൻ കാര്യം ഇവൻ ആദ്യം കൊന്ന ആളുടെ പേര് പീലാണ്ടി എന്നായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇവൻ ആ പേര് വീണത്, പീലാണ്ടി ചന്ദ്രു എന്നുള്ളത്. ആൾ പക്ഷെ കാണാൻ സൈസ് ഇച്ചിരി കുറവാണ്. പക്ഷേ ആളിച്ചിരി ഇതുവരെയും പൂർണ്ണമായിട്ടും മെരുങ്ങിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഇവനിങ്ങനെ മാറ്റി കെട്ടിയേക്കുന്നത്. ഇത് നമ്മുടെ പീലാണ്ടി ചന്ദ്രൻ നോക്കുന്ന ചേട്ടനാണ്. അപ്പോൾ ചേട്ടനാണ് പറഞ്ഞത് അത് അരീക്കൊമ്പന് വേണ്ടി പണിത ഇതായിരുന്നു. പക്ഷേ പിന്നെ അരീക്കൊമ്പനെ കാട്ടിലേക്ക് തിരിച്ച് കയറ്റിവിടുന്ന നിയമം കോടതി വിധിയൊക്കെ വന്നപ്പോഴത്തേക്കും അത് പിന്നെ വെറുതെ പുതിയത്. അതിൻ്റെ അത് ഇതുവരെ ആനയെ കയറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു, ഒറ്റാനെ. പീലാണ്ടി ചന്ദ്രനെ പറ്റി ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് മെരുങ്ങാത്താന എന്നൊക്കെ ആളുകൾ ചുമ്മാ പറയുന്നതാണ്. ഇപ്പം കുഴപ്പമൊന്നുമില്ല. പക്ഷേ മെരുങ്ങാൻ കുറച്ച് സാധാരണ ആനകളെക്കാളും കുറച്ചുകൂടി ടൈം എടുത്തെന്ന് പറഞ്ഞ്. പിന്നെ ഇവനിവിടെ മാറ്റി കിട്ടിയേക്കുന്നത് മെരുങ്ങാത്തതുകൊണ്ടൊന്നുമല്ല. അവിടെ നമ്മൾ ആദ്യം കണ്ട സ്ഥലത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ ഇതുള്ളത് കൊണ്ട് മാത്രമാണ്, ഷെഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് കെട്ടിയേക്കുന്നത്. പിന്നെ ഇവനെ ഇടയ്ക്ക് രാവിലെ നടത്താനൊക്കെ കൊണ്ടുപോകും. ഇപ്പോൾ മെരുങ്ങാത്ത ആനയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് ആ ചേട്ടൻ പറഞ്ഞത്. പക്ഷെ മെരുങ്ങാൻ കുറച്ച് ടൈം എടുത്തു എന്നേ ഉള്ളൂ. ഇപ്പോഴും ആ ചേട്ടൻ പറഞ്ഞത് നമ്മൾ ആ ചന്ദ്രുവിനെ കണ്ടതിൻ്റെ പുറയിലായിട്ട് അവിടെ കാടില്ലേ കാട്ടാനകളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കയറി വരും. ഇപ്പോൾ ഈ നമ്മൾ ഈ നടക്കുന്ന വഴിക്ക് ഇതുപോലെയൊക്കെ കാണുന്നതൊക്കെ കാട്ടാനകൾ കയറി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട് മെതിച്ചിട്ടേക്കുന്നില്ലേ, അതൊക്കെ ഈ കാട്ടാനകൾ കയറി വരുന്നതിൻ്റെ ഇത് ഇങ്ങനെ കാണുന്ന ഇതെല്ലാം ഈ കാട്ടാനകൾ വരുന്നത്. പിന്നെ ആളുകൾ ഇങ്ങോട്ട് നിന്ന് അരീക്കൊമ്പൻ്റെ ആ കൂട് കാണാൻ വേണ്ടി ആളുകളൊക്കെ ഇങ്ങോട്ട് വരും. പക്ഷെ ഈ പറയുന്ന പോലെ പീലാണ്ടി ചന്ദ്രു പേടിക്കേണ്ട ആളൊന്നും അല്ലെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഇതാണ് പീലാണ്ടി ചന്ദ്രുവിൻ്റെ പാപ്പൻ പറഞ്ഞത്. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കണ്ടത്. ഇവിടെ ഈ ആന കെട്ടിയേക്കുന്നത് ഈ ഒരു ടാർപ്പയിലാണ്. അപ്പോൾ അവിടെ ഷെഡുള്ളതുകൊണ്ടാണ് അവനെ അങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലാതെ ഡേഞ്ചർ ആയതുകൊണ്ടല്ലെന്നോ. അങ്ങനെ നമ്മൾ ആനകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തിരിച്ച് ഇറങ്ങാൻ പോവുകയാണ്. ഇത് ഇവിടുത്തെ സ്റ്റാഫുകളുടെ ക്വാർട്ടേഴ്സായിരിക്കും, ക്വാർട്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പം കണ്ട ആനകൾ ഒരെണ്ണത്തിനകത്ത് തിരിച്ചു വന്നപ്പോൾ കുളിപ്പിക്കാൻ അഞ്ജനയുടെ കുളിയാണ് അവിടെ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ആ വഴിയാണ് നമുക്ക് പുറത്തേക്ക് പോകേണ്ടത്. നമ്മൾ എക്സിറ്റിൻ്റെ അതിലേ നടന്നു വരാൻ നേരത്ത് ഇവിടെ കുട്ടികളുടെ പാർക്ക്, ഊഞ്ഞാൽ, പുഴയര പാത, കഫറ്റീരിയ, വിശ്രമ സ്ഥലം ഇതുവഴി. ഇവിടെ ആനകളുടെ കുളിക്കടവ്. അത് പെരിയാറാണ്. അപ്പോൾ അവിടെ ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവിടെ പോയി നോക്കാം. നല്ല രസമുണ്ടല്ലേ, നല്ല തണൽ, മുളങ്കാട്. സത്യം പറഞ്ഞാൽ ഒട്ടും തിരക്കില്ല, കുറച്ച് ആളുകൾ. പക്ഷേ എന്നാലും ആളുകളൊക്കെ ഉണ്ടെങ്കിലേ ഇതിൻ്റെ അകത്തൊക്കെ ഇരിക്കുക നടക്കാനൊക്കെ നല്ലൊരു മൂഡാണ്. കുട്ടികളുടെ പാർക്കുന്ന ബോർഡ് അങ്ങോട്ടാണ്, കഫറ്റീരിയ. ആനകളുടെ കുളിക്കട ഇവിടെയാണ്, പക്ഷെ അങ്ങോട്ട് ഇപ്പോൾ അടച്ചിട്ടേക്കുക.
നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് ആ 9:30 ആനയുടെ കുളി ടൈമാണത്. 9:30 തൊട്ട് 10:30 വരെയും വൈകിട്ട് 3:30 തൊട്ട് 4:30 വരെ. ഓ അതുകൊണ്ടായിരിക്കും ഇല്ലാത്തത്. നമുക്കതിൽ അങ്ങോട്ട് പോയി നോക്കാം. റെഡ് സാൻഡൽ പ്ലാന്റേഷൻ, രക്തചന്ദനത്തോട്ടം. ഇതിലേതാ രക്തചന്ദനം? ഇത് നല്ല അടിപൊളി ഏരിയ അല്ലേ? ഇത് സൂപ്പറായിട്ട് നല്ല രസമുണ്ടല്ലാണ്. ഒരടുപ്പ് പോലെ. പിന്നെ ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാല്. ഈ കാണുന്നതാണ് രക്തചന്ദനം. രക്തചന്ദനം ആദ്യമായിട്ട് നേരിട്ട് കാണുന്നു. ആ ശരിയല്ലേ, രക്തചന്ദനം കുറഞ്ഞതാ. കളറുണ്ടോ? റെഡ് മണമുണ്ടോ? മണമൊന്നും തോന്നിക്കില്ല, പക്ഷെ പോയിക്കൊണ്ടായിരിക്കുന്നത്. ഓ അടിപൊളി അല്ലേ? ഇവിടെ ഇരിക്കാൻ എന്ത് സുഖമായിരിക്കും. സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലം. പെരിയാറാണ് ആ കാണുന്നത്. പിന്നെ നമ്മുടെ മുളയിലെ പതിവ് പോലെ എല്ലാവരും പേര് കുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല അടിപൊളി ഏരിയ. ഇതുപോലൊരു ഹട്ട് നമ്മുടെ അവിടെ ഉണ്ടാക്കിയല്ലേ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ടല്ലോ, കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങളും. ഇവിടെ അതാണ്ട് ഇവിടെ ഒരു ഏറുമാടമുണ്ട്. ഇതുപോലെ ഏറുമാട് നമ്മൾ വരുന്ന വഴിക്കുണ്ട്. ഞങ്ങളത് മിസ്സായെന്ന് വിചാരിച്ചു, തിരിച്ചു പോകണമെന്ന് വിചാരിച്ചിരുന്നു. ഇനിയിപ്പോൾ അത് കാണാൻ വേണ്ടി തിരിച്ചു പോകുന്നില്ല. മിനിമം 5 പേരാണ് അലൗഡ് ആയിട്ടുള്ള ഒറ്റ സമയം. ഇതാണ് ഏറുമാടത്തിൻ്റെ ഉള്ളിലുള്ള. നമുക്ക് ഇവിടെ നിന്നാൽ പെരിയാർ കാണതേ. പക്ഷെ ഇവിടെ നിന്നൊരു നല്ല പെരിയാറിലേക്ക് ഒരു വ്യൂ കൂടി ഉണ്ടാകാൻ അടിപൊളിയായിരുന്നു. പക്ഷെ ഇവിടെ മുളങ്കാട് വന്ന് മറഞ്ഞേക്കുവാണ്. തറയൊക്കെ ഉറപ്പുണ്ടല്ലോ 5 പേർക്ക് നിൽക്കാം. അങ്ങനെ നമ്മൾ കഫറ്റേരിയ എത്തി. ഇവിടെ വന്ന് ചായ വടയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ഞങ്ങൾ നിൽക്കുന്നില്ല, സമയമില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ കണ്ട് കെട്ടാൻ വേണ്ടിയല്ലേ. പുറത്തേക്കുള്ള വഴി. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാം. അവിടെ വേഴാമ്പൽ നിൽപ്പുണ്ട്, കാണാവൂന്നേ. അതിൻ്റെ വായിൽ ലവലോലിക്ക. ഗ്ലോബിക്ക, ലവലോലിക്ക 2-3 ഉണ്ട്. 2-3 കുറേ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ അഭയാരണ്യത്തിലെ വിശേഷങ്ങളോട് അവസാനിക്കുകയാണ്. അപ്പോൾ പീലാണ്ടി ചന്ദ്രുവിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണയെ മാറിക്കിട്ടി. അപ്പോൾ നമ്മുടെ ഈ പുതിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.